പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ 6-7 ആയത്ത് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ 8-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. സൂറത്തുൽ ബഖറയുടെ തുടക്കം നമ്മൾ പറഞ്ഞു, സത്യവിശ്വാസിയെക്കുറിച്ച് പറഞ്ഞു, സത്യനിഷേധിയെക്കുറിച്ച് പറഞ്ഞു. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ച് ജീവിക്കുന്നവർക്കാണ് സത്യവിശ്വാസി, മുഅ്മിൻ എന്ന് പറയുന്നത്. എന്നാൽ നേരെ വിപരീതമുള്ളവരാണെന്ത്? അവരൊരു കാലത്തും വിശ്വസിക്കുകയില്ല. അവരാണ് കാഫിരീങ്ങൾ. അവരെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനി പറയാൻ പോണത് മുനാഫിക്കുകളെ കുറിച്ചാണ് പറയാൻ പോണത്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് മൻ യഖൂലു, അവർ പറയും. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ പറയും ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരാ. വബിൽ യൗമിൽ ആഖിരി, ഞങ്ങൾ അവസാന നാൾ കൊണ്ട് വിശ്വസിച്ചവരാ. വമാ ഹും ബിമുഅ്മിനീൻ, സത്യത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അവർ കപട വിശ്വാസന്മാരാ, മുനാഫിക്കുകളാണ് അവർ എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യുഖാദിഊനല്ലാഹ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും അവർ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യുഖാദിഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, എന്നാൽ അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. സ്വന്തം ശരി തന്നെയാണ് അവർ വഞ്ചിക്കുന്നത്, അള്ളാഹിനല്ല. അത് വമാ യശ്ഉറൂൻ, അത് അവരറിയുന്നില്ല. അപ്പോൾ അള്ളാഹുവിനല്ല അവർ വഞ്ചിക്കുന്നത്, പക്ഷേ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. കാരണം യഥാർത്ഥ വിശ്വാസം വിശ്വസിക്കാതെ കപട വിശ്വാസവുമായി നടന്ന് അവർ യഥാർത്ഥത്തിൽ പറ്റിക്കുന്ന ആരെയാണ്? അവർ തന്നെയാണ് എന്ന് ഖുർആൻ പറയുന്നു. നോക്കൂ, നമ്മൾ പല ആളുകളും മുസ്ലിങ്ങളാണെന്ന് പറയുന്നു, പക്ഷേ മുസ്ലിങ്ങളെ ഒരു അടയാളം അവരിലില്ല. പേരെന്താ? മുസ്ലിമാണെന്ന് പറഞ്ഞ് അടക്കുകയും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ബാലപാഠ പോലും അവരിലില്ല. പക്ഷേ അവരെന്താണ് വിചാരിക്കുന്നത്? ഞാൻ യഥാർത്ഥ വിശ്വാസിയാണ് എന്നാൽ വമാ യഖ്ദഊൻ, അവർ അള്ളാഹുവിനല്ലേ വഞ്ചിക്കുന്നത്, അള്ളാഹിനെ വഞ്ചിക്കുന്നില്ല. പക്ഷേ അവർ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. മനസ്സിലായോ? അള്ളാഹു കാക്കട്ടെ.